ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും നൂഡിൽസും ഉപയോഗിച്ച് എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അതിനാദ്യം വേണ്ടത് ഒരു പാത്രത്തിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. തീ ഒരല്പം ഒന്ന് കുറച്ച് വെച്ചേക്കുക. അതിലേക്ക് ഒരല്പം സവാളയും ഒരല്പം ക്യാപ്സിക്കവും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. വെള്ളം ഇപ്പോൾ തിളച്ച് കഴിഞ്ഞു. നമുക്കിതിലേക്ക് 1 പാക്കറ്റ് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഗി നൂഡിൽസാണ്. ഇതൊന്ന് മൂടി വെച്ചേക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി വെച്ച് മൂടി വെച്ച് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ വെള്ളം വറ്റി കഴിഞ്ഞു. നമ്മളുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായി. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. 400 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലായിടവും ഒന്ന് മിക്സായി കിട്ടണം. ഓരോ ചെറിയ ഉരുളകളായി കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയതിന് ശേഷം അതൊന്ന് പരത്തി അതിലേക്ക് നമുക്ക് ഈ നൂഡിൽസിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാ വശങ്ങളിൽ നിന്നും കുറേശ്ശെയായിട്ട് മൂടിക്കൊണ്ടുവന്ന് അത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പൊട്ടാതെ എല്ലാ വശവും ഒന്ന് മൂടുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ എളുപ്പവും സ്വാദിഷ്ടവുമാണ് ഈ ഒരു റെസിപ്പി. വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഇവിടെ എല്ലായിടവും നന്നായി ഒന്ന് മൂടിക്കഴിഞ്ഞു. ഒരു മുട്ട എടുത്ത് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മുട്ട അടിച്ചതും കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് മൈദയുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇതിനെ ആദ്യം മൈദയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് മുട്ട അടിച്ചതിലേക്ക് ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ബ്രെഡ് ക്രംസിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. എല്ലാ വശവും നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ മുകളിലും താഴെയും അതുപോലെ സൈഡും ഒന്ന് ഉരുട്ടി കൊടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇപ്രകാരം ഒന്ന് ചെയ്തു കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതൊന്ന് ചൂടായി വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സ്നാക്ക് ഐറ്റംസ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. വളരെ കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഒരു സ്നാക്ക് ഐറ്റം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ രുചിയാണ്. നമ്മളുടെ എല്ലാം സ്നാക്ക് ഐറ്റം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അകം വളരെ സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വെറും 15 മിനിറ്റ് മാത്രം മതിയാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുമല്ലോ.